ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു AZB അക്കാഡമി. സോ എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലേ ജനുവരി 26 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനമായിട്ടുള്ള കറണ്ട് അഫെയർസ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? യൂണിയൻ മിനിസ്റ്റർ മനോഹർ ലാൽ ഇനോഗ്രേറ്റ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ പവർ സെക്ടർ റെഗുലേഷൻ അറ്റ് IIT ഡൽഹി. അപ്പോൾ IIT ഡൽഹിയിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്തിനു വേണ്ടിയിട്ടുള്ള പവർ സെക്ടറിന്റെ ഒരു പവർ സെക്ടറിന് വേണ്ടിയിട്ട് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഏത് മിനിസ്റ്റർ? യൂണിയൻ മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടർ ഇനോഗ്രേറ്റ് ചെയ്തു. എവിടെ? IIT ഡൽഹിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സെന്റർ ഓഫ് എക്സലൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഒരു പവർ സെക്ടറിന്റെ ഒരു ഈ ബിസിനസ് ഒക്കെ ഈസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെന്റർ ഓഫ് എക്സലൻസ് IIT ഡൽഹിയിൽ യൂണിയൻ മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടർ ഇനോഗ്രേറ്റ് ചെയ്തു. So Saina Nehwal announces retirement from competitive badminton. അപ്പോൾ ഒരു ഐക്കോണിക് ബാഡ്മിൻ്റൺ പ്ലെയർ ആണ് അല്ലേ. സോ സൈന നെഹ്വാൾ ബാഡ്മിൻ്റണിൽ നിന്നും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു നീ ഡിസിൻറ്റഗ്രേഷനൊക്കെ അത് പുള്ളിക്കാരി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റീവ് ബാഡ്മിൻ്റണിൽ നിന്നും അവർ റിട്ടയർ ചെയ്യുകയാണ് അല്ലേ. ബാഡ്മിൻ്റൺ ക്യൂൻ എന്നറിയപ്പെടുന്ന സൈന നെഹ്വാൾ. അപ്പോൾ ലണ്ടൻ ഒളിമ്പിക്സ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ജേതാവായിരുന്നു. അതുപോലെ തന്നെ 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡലൊക്കെ നേടിയ സൈന നെഹ്വാൾ ബാഡ്മിൻ്റണിൽ നിന്നും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2026. സോ നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഏത് സ്റ്റേറ്റ് ആണ് ഹോസ്റ്റ് ചെയ്തത്? ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോസ്റ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? ഉത്തരാഖണ്ഡ് CM ആണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഉത്തരാഖണ്ഡ് CM ആരാണ്? പുഷ്കർ സിംഗ് ധമി അല്ലേ. സോ പുഷ്കർ സിംഗ് ധമിയാണ് ഈ ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇനോഗ്രേറ്റ് ചെയ്തത്. എവിടെ? ഉത്തരാഖണ്ഡിൽ ഇനോഗ്രേറ്റ് ചെയ്തു. സോ ഇനോഗ്രേറ്റ് ചെയ്തത് ഉത്തരാഖണ്ഡ് CM പുഷ്കർ സിംഗ് ധമി. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ഫിനാൻസ് മിനിസ്ട്രി ലോഞ്ചസ് 20 lakh പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ. അപ്പോൾ പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ ഇൻഷുറൻസ് ഒരു സ്കീം ഫിനാൻസ് മിനിസ്ട്രി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം? CGHS ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ട് മെയിനായിട്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സിന് അവരുടെ ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ട് പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഫിനാൻസ് മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ ദി CGHS ബെനിഫിഷ്യറി. CGHS എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സിനും അവരുടെയൊക്കെ ഡിപ്പെൻഡൻസിനും വേണ്ടിയിട്ട് പരിപൂർണ മെഡിക്ലെയിം ആയുഷ് ഭീമ സ്കീം ഫിനാൻസ് മിനിസ്ട്രി ലോഞ്ച് ചെയ്തു. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സെൻട്രൽ അപ്പോയിന്റ് ശത്രുജിത് സിംഗ് കപൂർ ആസ് ITBP ചീഫ്. അപ്പോൾ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ചീഫായിട്ട് ആര് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ശത്രുജിത് സിംഗ് കപൂറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് അല്ലേ. നമ്മുടെ ഇന്ത്യൻ ബോർഡേഴ്സിൽ എസ്പെഷ്യലി ചൈനയുമായിട്ടുള്ള ഒരു ബോർഡർ, അവിടെ ഒരു ബോർഡർ ഏരിയ ഫോഴ്സ് അല്ലെങ്കിൽ ബോർഡർ ഏരിയയുടെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്. സോ അതിൻ്റെ ചീഫായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ശത്രുജിത് സിംഗ് കപൂറിനെ അപ്പോയിന്റ് ചെയ്തു. സോ ഗുഡ്വിൽ അംബാസിഡർ ഫോർ പൂനെ ഗ്രാൻഡ് ടൂറിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് MS ധോണിയെ അപ്പോയിന്റ് ചെയ്തു. സോ ഈ പൂനെ ഗ്രാൻഡ് ടൂർ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ പൂനെ ഗ്രാൻഡ് ടൂർ സൈക്ലിംഗ് ഇനിഷ്യേറ്റീവ് ആണ്. മെയിൻ ആയിട്ട് ഒരു സൈക്ലിംഗ് ടൂർ ആണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് MS ധോണിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് പോയിന്റ് ഗെയിൽ 694 കിലോമീറ്റർ എക്സ്പ്രസ് വേ ഗ്യാസ് പൈപ്പ് ലൈൻ. അപ്പോൾ എന്താണ് സംഭവം? ഗെയിലിന്റെ ഒരു എക്സ്പ്രസ് വേ ഗ്യാസ് പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 694 കിലോമീറ്ററിന്റെ ഒരു എക്സ്പ്രസ് വേ ഗ്യാസ്
പൈപ്പ് ലൈൻ അല്ലെ, മുംബൈ നാഗ്പൂർ ഗ്യാസ് പൈപ്പ് ലൈൻ. ഏത് ഏരിയ ആണ് കവർ ചെയ്യുന്നത്? മുംബൈ നാഗ്പൂർ ആണ്. മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ ഗ്യാസ് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഗെയിൽ കംപ്ലീറ്റ് ചെയ്തു. എത്ര കിലോമീറ്റർ? 694 കിലോമീറ്റർ. സോറി, അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആസാം ഗവൺമെന്റ് അനൗൺസസ് മന്ത്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അപ്പോൾ റിസർച്ച് സ്കോളേഴ്സിന് മന്ത്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ്? റീസെന്റ് ആയിട്ട് ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, മന്ത്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ല അനൗൺസ് ചെയ്തിട്ടുള്ളത്, അത്യാവശ്യം നല്ലൊരു തുകയാണ്. മന്ത്ലി 25K, അതായത് 25,000 രൂപയാണ് റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യാംഗൻസ് അല്ലെ, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പറയുന്നതാണ് ദിവ്യാംഗൻസ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് 40,000 രൂപ അല്ലെങ്കിൽ 40K ആണ് അവരുടെ ആ ഒരു ദിവ്യാംഗൻ റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. മന്ത്ലി അലോട്ട് ചെയ്തിട്ടുള്ളത് 40,000 രൂപ. നോർമൽ സ്കോളേഴ്സിന് വേണ്ടിയിട്ട് മാസം 25,000 രൂപ. ഏത് സ്റ്റേറ്റ് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അനൗൺസ് ചെയ്തത്? ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തതൊരു ബുക്കാണ് ചാലീസെ ഓഫ് അംബ്രോസിയ, രാമജന്മഭൂമി ചലഞ്ച് ആൻഡ് റെസ്പോൺസ്. അപ്പോൾ രാമജന്മഭൂമി മോഡേൺ ഫേസ്, അതിൻ്റെ ആ ഒരു മൂവ്മെന്റിന്റെ മോഡേൺ ഫേസിനെ കുറിച്ച് കൂടുതൽ പറയുന്ന ബുക്കാണ് ഏത്? ചലീസെ ഓഫ് അംബ്രോസിയ. അപ്പൊ ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ്സ് അല്ലേ, ഈ രാം ജന്മഭൂമി മൂവ്മെന്റ്സിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അടങ്ങിയ ഈ ഒരു ബുക്ക് ആര് റിലീസ് ചെയ്തു? നമ്മുടെ വൈസ് പ്രസിഡന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. CP രാധാകൃഷ്ണൻ, നമ്മുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ റിലീസ് ചെയ്തിട്ടുണ്ട് ചലീസെ ഓഫ് അംബ്രോസിയ. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? രാജസ്ഥാൻ ടു ഡെവലപ്പ് ആൽവാർ ബയോളജിക്കൽ പാർക്ക്. അപ്പോൾ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയനിലായിട്ടൊരു എന്താണ്, ഒരു ആൽവാർ ബയോളജിക്കൽ പാർക്ക് ഏത് സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു? രാജസ്ഥാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മോർ ദാൻ ഈ വൈൽഡ് ആനിമൽസ് 400-ലധികമുള്ള വൈൽഡ് ആനിമൽസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 100 ഹെക്ടർ ലാൻഡിൽ ഒരു ബയോളജിക്കൽ പാർക്ക് രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 81 സ്പീഷീസിലധികം, പല തരത്തിലുള്ള 81 ഡിഫറെന്റ് സ്പീഷീസിൽ ആനിമൽസ് ആണ് ഈ ഒരു പാർക്കിലായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യ ഡെലിവേഴ്സ് ക്യാൻസർ മെഡിസിൻസ് ടു അഫ്ഗാനിസ്ഥാൻ. സോ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ഇപ്പോൾ അവിടെ ഇഷ്യൂസ് ഒക്കെ നടക്കില്ലേ, കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കണം. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ലോങ് ടേം ട്രീറ്റ്മെന്റ് ഉള്ളവരാണ്, എസ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഹ്യൂമാനിറ്റേറിയൻ മെഡിക്കൽ എയ്ഡ് എന്താണ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്യാൻസർ മെഡിസിൻസ് 2.5 ടണ്ണിന്റെ ക്യാൻസർ മെഡിസിൻസ്, 2.5 ടണ്ണോളമുള്ള ക്യാൻസർ മെഡിസിൻസ് ഇന്ത്യൻ ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാന് സപ്ലൈ ചെയ്തു. സോ നെക്സ്റ്റ് പോയിന്റ്, ഒഡീഷ ഇമ്പോസസ് കംപ്ലീറ്റ് ബാൻ ഓൺ ഗുഡ്ക, പാൻ മസാല ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ്. അപ്പോൾ എന്താണ് ടൊബാക്കോ പ്രോഡക്ട്സിനൊക്കെ കംപ്ലീറ്റ് ബാൻ റീസെന്റ് ആയിട്ട് ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നത്? ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗുഡ്ക അതുപോലെ പാൻ മസാല അങ്ങനെയുള്ള ഈ ഡ്രഗ്സിനൊക്കെ എന്താണ് ബാൻ, കംപ്ലീറ്റ് ആയിട്ട് ബാൻ ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏർപ്പെടുത്തി. സോ തമിഴ്നാടു അനൗൺസേഴ്സ് സെമ്മൊഴി ഇലക്യ വിരുത്. എന്താണ് സംഭവം? ഒരു തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മൾട്ടിലിംഗ്വൽ ഇന്ത്യൻ ലിറ്ററേച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവാർഡാണ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അവാർഡാണ്. എന്താണ്? സെമ്മൊഴി ഇലക്യ വിരുത്. അപ്പോൾ തമിഴ് ലാംഗ്വേജ് മാത്രമല്ല മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ്, ഹിന്ദി ഒഴിച്ചിട്ടുള്ള മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് ലിറ്ററേച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ് സെമ്മൊഴി ഇലക്യ വിരുത്. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് ഇതിന്റെ ക്യാഷ് പ്രൈസ്. ഹിന്ദി ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ മലയാളം ഒക്കെ ഇൻക്ലൂഡ് ആണ്. ഇനിഷ്യൽ ഫേസിൽ 7 ലാംഗ്വേജസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 7 ലാംഗ്വേജസ് ആണ് ഇതിന്റെ ഇനിഷ്യൽ ഫേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നീട് മറ്റ് ലാംഗ്വേജസ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എത്ര രൂപ? 5 ലക്ഷം രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ്, നോൺ ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്.
യെസ്, നെക്സ്റ്റ് പോയിന്റ്, ലക്നൗ ബിക്കംസ് ഫസ്റ്റ് സീറോ ഫ്രഷ് വേസ്റ്റ് ഡംപ് സിറ്റി ഇൻ UP. അപ്പൊ UPയുടെ എന്താണ് പുതുതായിട്ടുള്ള വേസ്റ്റ് മെയിനായിട്ട് ഡംപ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവിടെ ഇനി പുതുതായിട്ട് ഈ വേസ്റ്റ് ഡംപേജ് സൈറ്റുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എന്താണ് എലിമിനേറ്റ് ചെയ്ത് പുതിയ ഡംപേജ് സൈറ്റുകൾ ഒന്നും തന്നെ ഏത് സ്റ്റേറ്റില് UPയിലെ ലക്നൌവിൽ എന്താണ് വരുന്നില്ല. അപ്പൊ സീറോ ഫ്രഷ് വേസ്റ്റ് ഡംപിങ് സൈറ്റുകൾ ഡംപിങ് സിറ്റിയിൽ ഫ്രഷ് വേസ്റ്റ് സീറോ ഡംപ് ചെയ്യുന്ന സിറ്റി ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ഏത് സിറ്റിയാണ്? ലക്നൗ ആണ്, UPയിലെ ലക്നൗ. അപ്പൊ പുതിയ എന്താണ് ഈ വേസ്റ്റ് സൈറ്റിങ്ങുകളൊന്നും വേസ്റ്റ് ഡംപിങ് സൈറ്റുകളൊന്നും അവിടെ പൊങ്ങി വരുന്നില്ല. അതായത് ഇപ്പൊ ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ സോളിഡ് വേസ്റ്റുകളെല്ലാം 100% സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് സിറ്റിയാണ്? ലക്നൗ. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി നെയിംസ് നിതിൻ നാബിൻ ആസ് ന്യൂ നാഷണൽ പ്രസിഡന്റ്. അപ്പൊ BJPയുടെ പുതിയ നാഷണൽ പ്രസിഡന്റ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നിതിൻ നാബിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് സൈൻ MOU വിത്ത് വേൾഡ് ഇക്കണോമിക് ഫോറം. സോ വേൾഡ് ഇക്കണോമിക് ഫോറവുമായിട്ട് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് റീസെന്റ് MOU സൈൻ ചെയ്തു. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്കിൽ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി എഡ്യൂക്കേഷണൽ സെക്ടറിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ ഒക്കെ എന്താണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്കിൽ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി വേൾഡ് ഇക്കണോമിക് ഫോറവും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റും തമ്മിൽ റീസെന്റ് ആയിട്ട് MOU സൈൻ ചെയ്തു. സോ നെക്സ്റ്റ് പോയിന്റ്, സുകന്യ സമൃദ്ധി യോജന മാർക്സ് 11 years ഓഫ് എംപവറിംഗ് ഗേൾ ചൈൽഡ്. അപ്പോൾ സുകന്യ സമൃദ്ധി യോജന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സുകന്യ ആർക്ക് വേണ്ടി? പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താണ് ഒരു ഇനിഷ്യേറ്റീവ് ആണ്. എസ്പെഷ്യലി അവരുടെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ വിവാഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ സുകന്യ സമൃദ്ധി യോജന. അപ്പൊ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1 മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മന്ത്ലി ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണ്. മന്ത്ലി ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇയർലി ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8.2% വരെ ഇൻട്രസ്റ്റ് റേറ്റിൽ 18 വയസ്സോ അല്ലെങ്കിൽ 21 വയസ്സിന് ശേഷം അവർക്കത് വിഡ്രോ ചെയ്യുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ മാരേജിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയുള്ള സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. 11 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2015 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. സുകന്യ സമൃദ്ധി യോജന ഏത് വർഷമാണ്? 2015 ലോഞ്ച് ചെയ്ത സ്കീം 11 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ 8.2% ഇൻട്രസ്റ്റ് റേറ്റിൽ 1 മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്കീം. അവരുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അവരുടെ മാരേജിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഗുജറാത്ത് വിറ്റ്നസ് ലോഞ്ച് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് പ്രൈവറ്റ് സാറ്റലൈറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്. സോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈവറ്റ് സാറ്റലൈറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഗുജറാത്തിലെ സനന്ദിൽ കൊണ്ടുവരാൻ പോകുന്ന എന്താണ് ഓപ്പൺ ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടി വരാൻ പോകുന്നു. സോ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സാറ്റലൈറ്റിന്റെ എന്താണ് എല്ലാ എന്താ ഫ്രം ബിഗിനിങ് മുതൽ എൻഡ് വരെയുള്ള എല്ലാ കംപ്ലീറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സും ഒരു പ്ലേസിൽ തന്നെ അല്ലേ, ഓൾ ഇൻ വൺ. അപ്പോൾ ഒരു പ്ലേസിൽ തന്നെ കൊണ്ടുവരാനുള്ള ഒരു പ്രൈവറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഗുജറാത്തിലെ സനന്ദിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് എന്താണ്? പഞ്ചാബ് ലോഞ്ചസ് മുഖ്യമന്ത്രി സെഹത്ത് യോജന. സോ ഹെൽത്ത് കെയർ സെക്ടറിൽ ഫ്രീ ക്യാഷ്ലെസ് ആയിട്ട് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് എന്ത്? മുഖ്യമന്ത്രി സെഹത്ത് യോജന. മുഖ്യമന്ത്രി സെഹത്ത് യോജന എന്താണ്? ഫ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആണ്, ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അപ് ടു 10 lakh 10 ലക്ഷം രൂപ വരെ ഫ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ് മുഖ്യമന്ത്രി സെഹത്ത് യോജന. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതില് ഇൻകം, ഫാമിലി ഇൻകം ഒരു ബാരിയറേ ഇല്ല. എത്ര രൂപ ലോ ഇൻകം ആണെങ്കിലും ഹൈ ഇൻകം ആണെങ്കിലും അവരെല്ലാവരെയും ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 65 ലക്ഷത്തോളമുള്ള കുടുംബങ്ങളെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാവർക്കും പഞ്ചാബിൽ എല്ലാവർക്കും 10 ലക്ഷം രൂപ വരെ മന്ത്ലി, ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ വരെ മാക്സിമം ഫ്രീ ആയിട്ടുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് മുഖ്യമന്ത്രി സെഹത്ത് യോജന.
സോ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്, അപ്പോൾ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2025 ആർക്കാണ് ലഭിച്ചത്? മൊസാംബിക്കിലെ ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഗ്രേക്ക മെക്കലിന് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1986 മുതൽ കൊടുത്തു വരുന്ന ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ റെക്കഗ്നീഷൻ ആണ് ഈ ഒരു പീസ് പ്രൈസ്. അപ്പോൾ 1 കോടി രൂപയാണ് അതിന്റെ ഒരു പ്രൈസിങ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2025 മൊസാംബിക്കിലെ ഗ്രേക്ക മെക്കലിന് ലഭിച്ചു. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് സൈൻസ് MOU വിത്ത് ITBP അണ്ടർ സ്വസ്ഥ് സീമ അഭിയാൻ. അപ്പോൾ സ്വസ്ഥ് സീമ അഭിയാൻ, സ്വസ്ഥ സീമ എന്തായിരിക്കും? ഹെൽത്ത് കെയർ ആണ്. എഗെയിൻ ഒരു ഹെൽത്ത് കെയർ ഇനിഷ്യേറ്റീവ് ആണ്. ITBPയുമായിട്ട് ചേർന്നിട്ട്, ITBP നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ചൈനയുമായിട്ട് ബോർഡറുള്ള ഇന്ത്യൻ വില്ലേജസിനെയൊക്കെ അല്ലെങ്കിൽ ആ ഏരിയസിനെ, ഇന്ത്യൻ ബോർഡേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫോഴ്സാണ് ITBP. അപ്പോൾ ആ ITBPയും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഗവൺമെന്റും കൂടിയിട്ട് സ്വസ്ഥ സീമ അഭിയാൻ അതിനുവേണ്ടി MOU സൈൻ ചെയ്തു. എന്താണ്? ഈ ബോർഡർ വില്ലേജസിലുള്ള ആളുകൾക്ക് പ്രൈമറി ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്. യെസ്, നെക്സ്റ്റ് പോയിന്റ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ ആർമി ഇനോഗ്രേറ്റ് ഫൗണ്ടേഷൻ ഓഫ് ഹെലികോപ്റ്റർ MRO ഹബ്. അപ്പോൾ ഹെലികോപ്റ്റർ MRO ഹബ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മെയിൻ്റനൻസ് റിപ്പയർ ഓവർഹോൾ ഫെസിലിറ്റി റീസെന്റ്ലി ആരൊക്കെ ചേർന്നിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും കൂടെ ചേർന്ന് ഇനോഗ്രേറ്റ് ചെയ്ത ഒരു ഹെലികോപ്റ്റർ MRO ഹബ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. MRO എന്താണ്? അതിന്റെ മെയിൻ്റനൻസും റിപ്പയറും ഓവർഹോൾ ഫെസിലിറ്റീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ്, ഹിന്ദുസ്ഥാൻ സിങ്ക് ഡെവലപ്സ് ഇന്ത്യസ് ഫസ്റ്റ് സിങ്ക് ടെയിലിംഗ് റീസൈക്ലിംഗ് ഫെസിലിറ്റി. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സിങ്ക് ടെയിലിംഗ് റീസൈക്ലിംഗ് ഫെസിലിറ്റി. സിങ്ക് ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് ഓറിൽ നിന്നും സിങ്ക് എക്സ്ട്രാക്ട് ചെയ്ത് ബാക്കിയുള്ള വേസ്റ്റ് അല്ലെ, അതിനെയാണ് സിങ്ക് ടെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റീസൈക്കിൾ ചെയ്ത് മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഹിന്ദുസ്ഥാൻ സിങ്ക് ഡെവലപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ? രാജസ്ഥാനിൽ. എവിടെയാണ്? രാജസ്ഥാനിൽ. യെസ്, സിങ്ക് റീസൈക്ലിംഗ് ഫെസിലിറ്റി എവിടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ എവിടെ വരാനായിട്ട് പോകുന്നു? രാജസ്ഥാനിൽ വരാൻ പോകുന്നു. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? 86 ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ്. അപ്പോൾ UPയിൽ 86ാമത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് നടന്നു. 86ാമത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് എവിടാണ് നടന്നത്? UPയിൽ നടന്നു. UPയിൽ തന്നെ ലക്നൌവിൽ നടന്നു. സോ 86ാമത് ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് എവിടെയാണ്? UPയിൽ ലക്നൌവിൽ നടന്നു. സോ നെക്സ്റ്റ് എന്താണ്? ASC അർജുൻ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. ആര് ഡെവലപ്പ് ചെയ്തത്? ഇന്ത്യൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് ഇത് ASC അർജുൻ. അപ്പോൾ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് എന്താണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് അർജുൻ, ASC അർജുൻ. സോ നെക്സ്റ്റ് എന്താണ്? ഇന്ത്യസ് ഇൻഡിജിനസ് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം. അപ്പൊ ഈ ഒരു ട്രെയിൻ കൊളിഷൻസ് അങ്ങനെയുള്ള എന്താണ് അതിന്റെയൊക്കെ ഒരു അലാമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്? കവച് 4.0. സോ നെക്സ്റ്റ് പോയിന്റ്, വേൾഡ് ബാങ്ക് അപ്രൂവ്സ് 5700 crore ഫോർ ഹരിയാനാസ് ജല സംരക്ഷിത് പ്രോജക്ട്. അപ്പോൾ ഹരിയാനയെ ഈ ഒരു വാട്ടർ കേസ് അല്ലെങ്കിൽ വാട്ടർ സിസ്റ്റത്തിൽ സെൽഫ് റിലയൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് എത്ര രൂപയാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്? എത്ര രൂപയാണ്? 5700 കോടി രൂപ വേൾഡ് ബാങ്ക് അപ്രൂവ് ചെയ്തു. സോ പ്രസിഡന്റ്സ് പോലീസ് കളർ അവാർഡ്, പ്രസിഡന്റ്സ് പോലീസ് കളർ അവാർഡ് ലഭിച്ചത് ഏത് സ്റ്റേറ്റിനാണ്? സിക്കിം പോലീസിനാണ്. സിക്കിം പോലീസിനാണ് പ്രസിഡന്റ് പോലീസ് കളർ അവാർഡ് ലഭിച്ചത്. അപ്പൊ ഈ ഒരു അവാർഡിന് ഒരു എന്താണ്? ഈ പ്രസിഡന്റ്സ് പോലീസ് കളർ അവാർഡിന് വിളിക്കുന്ന പേരാണ് നിഷാൻ. സോ നിഷാൻ ലഭിച്ചത് ഏത് പോലീസ് ഗ്രൂപ്പാണ്? സിക്കിം പോലീസിനാണ് നിഷാൻ ഓണർ ലഭിച്ചത്. സോ വിൻസ് വില്ലി റിസർച്ച് ഹീറോ പ്രൈസ്. അപ്പൊ വിൻസ് വില്ലി റിസർച്ച് ഹീറോ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ ചന്ദ്രകാന്ത് ലഹരി. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഒരു ഇന്ത്യന് ഈ ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ ലഭിക്കുന്നത്.
So Indian Army, Indian Institute of Science, Bengaluru partner to develop indigenous artificial intelligence system. അപ്പോൾ ഒരു ഇൻഡിജിനസ് AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ഏത് ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നിട്ടാണ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലെങ്കിൽ IISc ബാംഗ്ലൂരുമായിട്ട് ചേർന്ന് ഇന്ത്യൻ ആർമി ഒരു AI ഇന്റലിജൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള MOU സൈൻ ചെയ്തു. യെസ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? മാരുതി സുസുക്കി ടു സെറ്റ് അപ്പ് മെഗാ കാർ പ്ലാന്റ്. അപ്പൊ മാരുതിയുടെ ഒരു വലിയൊരു കാർ പ്ലാന്റ് വരാൻ പോകുകയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വരാൻ പോകുന്നു. സോ അറൗണ്ട് 35,000 കോടിയാണെന്ന് തോന്നുന്നു. സോ 35,000 crore ഇൻവെസ്റ്റ്മെന്റ് ആണ് മാരുതി സുസുക്കിയുടെ എന്താണ് ഒരു കാർ പ്ലാന്റ് വരാൻ പോവുകയാണ്. എവിടെ? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വരാനായിട്ട് പോകുന്നു. സോ അടുത്ത എന്താണ്? ഗുജറാത്ത് ഗവൺമെന്റ് അനൗൺസസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അണ്ടർ നമോ ലക്ഷ്മി സ്കീം. അപ്പോൾ നമോ ലക്ഷ്മി സ്കീം നമ്മൾ മറ്റൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നോക്കിയായിരുന്നു. എന്താണ്? റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെന്താണ്? ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് നമോ ലക്ഷ്മി സ്കീമിന്റെ അണ്ടറിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താണ്? നമോ ലക്ഷ്മി ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അപ്പൊ 9 മുതൽ 12ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ നമോ ലക്ഷ്മി സ്കീമിന്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള ഏകദേശ തുക എന്ന് പറഞ്ഞ 1,250 കോടിയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആയിട്ട് ഗേൾസിന് നമോ ലക്ഷ്മി സ്കീമിന്റെ അണ്ടറിൽ 9 മുതൽ 12ാം ക്ലാസ്സിൽ വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീം അല്ലെ. നമോ ലക്ഷ്മി സ്കീം 1,250 കോടിയാണ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ് ആണ്? ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ നെക്സ്റ്റ് പോയിന്റ്, കേരള ഡിക്ലെയർസ് ബാസിലസ് സബ്റ്റിലിസ് സ്റ്റേറ്റ് മൈക്രോ. അപ്പൊ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് അവരുടെ ഔദ്യോഗിക മൈക്രോബിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേരള. എന്താണ്? ബാസിലസ് സബ്റ്റിൽസിനെ അതിന്റെ ഒഫീഷ്യൽ മൈക്രോബായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതിന് ഗുഡ് ബാക്ടീരിയം എന്ന മറ്റൊരു പേരിലും ഈ ഒരു മൈക്രോബ് അറിയപ്പെടുന്നുണ്ട്. സോ പെസ റാങ്കിങ്സ് അല്ലെ, ട്രൈബൽ എസ്പെഷ്യലി ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഗവേണൻസിന് വേണ്ടി കൊണ്ടുവന്നുള്ള ഇനിഷ്യേറ്റീവ് ആണ് ഈ പെസ റാങ്കിങ്സ്. അപ്പൊ അതിൽ ടോപ്പ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയാണ് ടോപ്പ് നിൽക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ ആരാണ്? മധ്യപ്രദേശ് ആണ് സെക്കൻഡ് പൊസിഷൻ. ആൻഡ് തേർഡ് പൊസിഷനിൽ ആരാണ്? ഹിമാചൽ പ്രദേശ് ആണ് തേർഡ് പൊസിഷനിൽ വരുന്നത്. യെസ്. നെക്സ്റ്റ് ഒരു AI ചിപ്പാണ് മയ്യ 200 AI ചിപ്പ്. സെക്കൻഡ് ജനറേഷൻ AI ചിപ്പ് മയ്യ 200 ആരാണ് ഡെവലപ്പ് ചെയ്തത്? ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ് ലോഞ്ച് ചെയ്തത്. ആൻഡ് മൈക്രോസോഫ്റ്റ് ലോഞ്ച് ചെയ്ത മയ്യ 200 AI ചിപ്പ്. സോ ഈ ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തത് യെസ് ഓക്കെ അതുപോലെ മയ്യ 200 AI ചിപ്പ് ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ് ഈ ഒരു ചിപ്പ് ലോഞ്ച് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് എന്താണ്? IIT ഗുവാഹത്തി റിസർച്ചേഴ്സ് ഡെവലപ്പ് ഫ്രെയിംവർക്ക് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഗ്ലേഷ്യൽ ലേക്ക് സൈറ്റ്. അപ്പോൾ ഗ്ലേഷ്യൽ ലേക്ക് സൈറ്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ്? IIT ഗുവാഹത്തി ആണ് ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തത്. IIT ഗുവാഹത്തി. അപ്പൊ മൊത്തം 492ഓളം ഈ പൊട്ടൻഷ്യൽ ലേക്ക് സൈറ്റുകൾ എന്നാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ റീസെന്റ് ആയിട്ട് അല്ലെ മഹാരാഷ്ട്ര ഡെപ്യൂട്ടി CM ഒരു എയർക്രാഫ്റ്റ് ക്രാഷിൽ കൊല്ലപ്പെട്ടു. ആരാണ്? അജിത് പവാർ. സോ മഹാരാഷ്ട്ര ഡെപ്യൂട്ടി CM ആയിട്ടുള്ള അജിത് പവാർ റീസെന്റ്ലി ഒരു എയർക്രാഫ്റ്റ് ക്രാഷിൽ മരണമടഞ്ഞു. സോ ഇന്ത്യ ലോഞ്ചസ് ഫസ്റ്റ് ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ്. അപ്പൊ ഇന്ത്യ ഒരു എന്താണ് ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇന്ത്യ കോസ്റ്റൽ റീജിയനിലാണ് ഈ ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റുകളെല്ലാം ഇന്ത്യയുടെ ഉള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഓപ്പൺ സീ ഒരു ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ് ഫിൻ ഫിഷും അതുപോലെ സീവീഡ് കൾട്ടിവേഷനൊക്കെ ലക്ഷ്യമിട്ടുള്ള ഒരു ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ് ഇന്ത്യ ആൻഡമാൻ സീയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പൺ സീ മറൈൻ ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ് ഇവിടെ ആൻഡമാൻ സീയിൽ ഇന്ത്യ ലോഞ്ച് ചെയ്തു. യെസ്.
അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ 2025 ഗ്രൂപ്പ് ഡി അല്ലെ 2026 എക്സാം വരുന്ന റെയിൽവേ ലെവൽ 1 പോസ്റ്റിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റെയിൽവേ അനൗൺസ് ചെയ്തു. സോ 31 മുതൽ ജനുവരി 31 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങാം. 1 മാസമുണ്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ വേണ്ട ഡോക്യുമെന്റുകളെല്ലാം കളക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വരെ കാത്തു നിൽക്കേണ്ട. നിങ്ങളുടെ പ്രിപ്പറേഷനുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ AZB അക്കാഡമി റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സ്ക്ലൂസീവ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ലാസ്റ്റ് സെഷൻ, അതായത് ഇമ്പോർട്ടന്റ് ഡേയ്സ്, കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്? ജനുവരി 24 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ. അന്ന് തന്നെയാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നാണ് വരുന്നത്? ജനുവരി 24. സോ നാഷണൽ ടൂറിസം ഡേ, അതുപോലെ തന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ്? ജനുവരി 25 നാഷണൽ ടൂറിസം ഡേ ആൻഡ് നാഷണൽ വോട്ടേഴ്സ് ഡേ വരുന്നത്. അപ്പൊ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്താണ്? മൈ ഇന്ത്യ മൈ വോട്ട് ആണ് ഈ വർഷത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം. സോ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി 26 ജനുവരിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി. ആൻഡ് ഇന്റർനാഷണൽ കസ്റ്റംസ് ഡേയും എന്ന് തന്നെയാണ്? 26 ജനുവരി. ആൻഡ് ഇന്റർനാഷണൽ ഡേറ്റ പ്രൈവസി ഡേ എന്ന് വരും? ജനുവരി 28 ഇന്റർനാഷണൽ ഡേറ്റ പ്രൈവസി ഡേ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പോയിന്റുകൾ കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീക്ക്ലി സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ഡെയിലി പോകുന്നുണ്ട്, അതിൽ തന്നെ ഇമ്പോർട്ടന്റ് സെലക്ട് ചെയ്ത് നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഹോൾ ഇൻ ഒരു 1 ഷോട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഇൻ ഡീപ്പായിട്ട് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഓടിച്ചു നോക്കാൻ വീക്ക്ലി മതിയാകും. അപ്പൊ എന്തായാലും പഠിക്കുക, റിവൈസ് ചെയ്യുക, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യുക, അതിന്റെ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം. താങ്ക്